കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയുള്ള യഹോവേ ദേവാ. എഫേസ്യർ 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. മനോഹരമായ ഒരു കർത്തൃദിനം കൂടി, ഹൃദ്യമായ ആരാധനയ്ക്ക് പ്രേരകമായ ഒരു അനുഗ്രഹീത വചനമാണിത്. എന്തിന് നാം ആരാധിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, അഥവാ പാപമോചനം പ്രാപിച്ചതുകൊണ്ട്. എങ്ങനെ രക്ഷിക്കപ്പെട്ടു? 3 പ്രയോഗങ്ങൾ കാണാം. കൃപയാൽ, വിശ്വാസം മൂലം, ദൈവിക ദാനമായി. നോക്കുക, നമ്മുടെ വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമെന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗ സൗഭാഗ്യത്തിന് യാതൊരു അർഹതയുമില്ലാതിരുന്ന് നമുക്ക് ലഭിച്ച ദൈവകൃപയെ ധ്യാനിച്ച് ആരാധിക്കാൻ നമുക്ക് ആരാധനെ ഈ കർത്തൃദിനത്തിൽ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കൃപയാൽ അടിയങ്ങളെ രക്ഷിച്ചതിന് നന്ദി. അങ്ങ് നൽകിയ നിത്യരക്ഷയുടെ മഹത്വം ധ്യാനിച്ച് ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.